PSC പഠിക്കുന്നവരും അറിവ് നേടേണ്ടവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഉപകാരപ്പെടും. ഏത് പഞ്ചവത്സര പദ്ധതിയാണ് വ്യാവസായിക പഞ്ചവത്സര പദ്ധതി എന്നറിയപ്പെടുന്നത്? ഉത്തരം രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. മഴവില്ലിന്റെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന നിറം ഏതാണ്? ഉത്തരം ചുവപ്പാണ്. ഏറ്റവും അവസാനം വയലറ്റ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരായിരുന്നു? കേരളത്തിൽ കെ കേളപ്പനായിരുന്നു. ഓസ്റ്റിയോളജി എന്തിനെക്കുറിച്ചുള്ള പഠനശാഖയാണ്? ഓസ്റ്റിയോളജി എന്തിനെക്കുറിച്ചുള്ള പഠനശാഖയാണ്? അസ്ഥികളെക്കുറിച്ചുള്ള പഠനശാഖയാണ്. സിനിമാ രംഗത്തെ ഏറ്റവും ഉയർന്ന അവാർഡ് എന്നറിയപ്പെടുന്നത്? ഏറ്റവും ഉയർന്ന അവാർഡ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡാണ് സിനിമാ രംഗത്തെ ഏറ്റവും ഉയർന്ന അവാർഡ്. ആരാണ് ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത്? ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൻ ആണ്. മരങ്ങൾക്കും ചെടികൾക്കും ജീവൻ ഉണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആരായിരുന്നു? JC ബോസ് ആണ് മരങ്ങൾക്കും ചെടികൾക്കും ജീവനുണ്ടെന്ന് തെളിയിച്ചത്. കെൽവിൻ സ്കെയിൽ ഏത് താപനില അളക്കാൻ ഉപയോഗിക്കുന്നതാണ്? കെൽവിൻ സ്കെയിൽ ഏത് താപനില അളക്കാൻ ഉപയോഗിക്കുന്നതാണ്? നെഗറ്റീവ് താപനില അളക്കാൻ ഉപയോഗിക്കുന്നതാണ് കെൽവിൻ സ്കെയിൽ. ആറ്റത്തിലെ ഭാരം കൂടിയ കണം എന്നറിയപ്പെടുന്നത് ഏത്? ആറ്റത്തിലെ ഭാരം കൂടിയ കണം എന്നറിയപ്പെടുന്നത് ന്യൂട്രോൺ ആണ്. ഹരിജൻ പത്രം ആരാണ് പ്രസിദ്ധീകരിച്ചത്? ഹരിജൻ പത്രം പ്രസിദ്ധീകരിച്ചത് ഗാന്ധിജിയാണ് ഹരിജൻ പത്രം പ്രസിദ്ധീകരിച്ചത്. ഏത് മലയിലാണ് എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്? എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മല അമ്പുകുത്തി മലയിലാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം ഏത്? ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ്. ധാന്യക്കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ സംസ്ഥാനം? ധാന്യക്കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ സംസ്ഥാനം പഞ്ചാബാണ് ഇന്ത്യയുടെ ധാന്യക്കലവറ. സൂര്യന്റെ വെളിച്ചം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എത്ര? സൂര്യന്റെ വെളിച്ചം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം 500 സെക്കൻഡാണ്. ഏത് ഭക്ഷ്യവിളയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തു വരുന്നത്? ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിള നെല്ലാണ്. രണ്ടാമത് ഗോതമ്പും. മനുഷ്യ ശരീരത്തിൽ ആകെ എത്ര അസ്ഥികളാണുള്ളത്? മനുഷ്യ ശരീരത്തിൽ ആകെ 206 അസ്ഥികളാണ് ഉള്ളത്. 206 അസ്ഥികളാണ് മനുഷ്യ ശരീരത്തിൽ ഉള്ളത്. സൗരയൂഥത്തിൽ ഏത് ഗ്രഹത്തിനാണ് അന്തരീക്ഷമില്ലാത്തത്? അന്തരീക്ഷമില്ലാത്ത ഒരേ ഒരു ഗ്രഹം ബുധനാണ്. ഏത് കായിക താരത്തിനാണ് ആദ്യമായി പത്മശ്രീ ലഭിച്ചത്? കേരളത്തിൽ ആദ്യമായി പത്മശ്രീ ലഭിച്ചത് PT ഉഷയ്ക്കാണ്. പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി നിർമ്മിച്ച വ്യക്തി ആരായിരുന്നു? പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി നിർമ്മിച്ച വ്യക്തി പട്ടം താണുപിള്ളയായിരുന്നു. പട്ടം താണുപിള്ളയുടെയാണ് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി. ആദ്യമായി പ്രസിഡന്റ് ഭരണം നിലവിൽ വന്ന സംസ്ഥാനം ഏതായിരുന്നു? പ്രസിഡന്റ് ഭരണം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം പഞ്ചാബ് ആയിരുന്നു. രാജസ്ഥാൻ കനാലിന് ഇപ്പോൾ ഇട്ടിരിക്കുന്ന പേര്? രാജസ്ഥാൻ കനാലിന് ഇപ്പോൾ ഇട്ടിരിക്കുന്ന പേര് ഇന്ദിരാഗാന്ധി കനാൽ എന്നാണ്. ഏത് പുൽവർഗ സസ്യമാണ് ഏറ്റവും വേഗത്തിൽ വളരുന്നത്? ഏത് പുൽവർഗ സസ്യമാണ് ഏറ്റവും വേഗത്തിൽ വളരുന്നത്? മുളയാണ്. വിറ്റാമിൻ ഡി ഏത് ശരീരഭാഗത്തു നിന്നാണ് നിർമ്മിക്കുന്നത്? വിറ്റാമിൻ ഡി നിർമ്മിക്കുന്നത് ചർമ്മത്തിൽ നിന്നാണ്. ചർമ്മം അഥവാ ത്വക്കിൽ നിന്നാണ് വിറ്റാമിൻ ഡി നിർമ്മിക്കുന്നത്. സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിൽ ഉപയോഗിക്കുന്ന വൈറ്റമിൻ ഏത്? വൈറ്റമിൻ ഇ ആണ് ശരിയായ ഉത്തരം. ചുവന്ന നദി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ചുവന്ന നദി എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ നദി ബ്രഹ്മപുത്രയാണ്. ബ്രഹ്മപുത്രയാണ് ഇന്ത്യയുടെ ചുവന്ന നദി. ധാതു സമ്പത്ത് ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം? ധാതു സമ്പത്ത് ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ജാർഖണ്ഡ് ആണ്. കേരള കലാമണ്ഡലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്
തൃശൂർ ജില്ലയിലാണ്. തൃശൂർ ജില്ലയിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത്? തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത് 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. താങ്ക് യു ഫോർ വാച്ചിങ്.